ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ചൈനീസ് നിർമ്മിത റോബോട്ടിക് നായയെ ഇന്ത്യൻ നിർമ്മിതമെന്ന് അവകാശപ്പെട്ട് പ്രദർശിപ്പിച്ച ഗാൽഗോട്ടിയ സർവകലാശാലയെ പുറത്താക്കി. വീഡിയോ പ്രചരിക്കുകയും സംഭവം വിവാദമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ചൈനീസ് കമ്പനിയായ യൂണിട്രി നിർമ്മിച്ച റോബോട്ടിനെ ഓറിയോൺ എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിച്ചതെന്നായിരുന്നു സർവകലാശാലയുടെ അവകാശവാദം. വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച് സർവകലാശാല പ്രസ്താവന ഇറക്കി. വലിയ സൈബർ ആക്രമണമാണ് സ്ഥാപനം നേരിടുന്നത്. ചൈനീസ് റോബോട്ടിക്സ് കമ്പനിയായ യൂണിട്രിയലിന്റെ യൂണിട്രി ഗോ ടു മോഡലാണിത്. ഓൺലൈനിൽ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം വരെയാണ് ഇന്ത്യയിൽ ഇതിന്റെ വില. ഉച്ചകോടിയിലെ പ്രദർശനത്തിനിടെ ഒരു സ്ത്രീ റോബോട്ടിന്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമായത്. റോബോട്ട് എവിടെ നിന്നാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് കഴിഞ്ഞില്ലെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. റോബോട്ടിക് നായയെ യൂണിറ്റിയിൽ നിന്ന് വാങ്ങിയതാണെന്നും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണമായി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും അവർ പറഞ്ഞു. സംഘാടകർ ആവശ്യപ്പെട്ടതിനാൽ സ്ഥലത്തു നിന്നും മാറിയതായും സർവകലാശാല വ്യക്തമാക്കി.